2 വയസ്സുകാരി ദേവേന്ദു കഴിഞ്ഞ ദിവസം വീട്ടിൽ കളിച്ചു ചിരിച്ചു നടന്ന പൊന്നോമന ഇന്നവൾ മണ്ണിനടിയിലാണ്, ജീവശവമായി. അതിനു പിന്നിൽ അമ്മയാണോ അമ്മാവനാണോ അതോ കുഞ്ഞിനെ ബലി നൽകാനായി ആചാര്യനായി വന്ന ശംഖുമുഖം ദേവിദാസനും? ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട്. നമ്മളൊക്കെ ആവർത്തിച്ച് ചോദിക്കും, കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പരിചയപ്പെട്ട പലരും കഴുത്തറുത്തും അടിച്ചവശയാക്കിയും നഗ്നയാക്കിയും പീഡിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ്. പക്ഷേ ബാലനാപുരം കോട്ടുകാൽ കോണത്ത് കേട്ടത് അതല്ല. അതിനപ്പുറം ഒരുപക്ഷെ കേരളത്തെ തന്നെ നടുക്കുന്ന, ഇന്ന് വരെ നമ്മളാരും കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു സംഭവമായിരിക്കും. ഒരമ്മയുടെ വയറിൽ നിന്ന് വന്ന 2 സഹോദരങ്ങൾ, ശ്രീതുവും ഹരികുമാറും. ശ്രീതു 2 മക്കളുടെ അമ്മയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 2 വയസ്സുകാരി ദേവേന്ദുവിൻ്റെയും 8 വയസ്സുകാരിയായ കുഞ്ഞിൻ്റെയും അമ്മ. ഭർത്താവ് ശ്രീജ്. ഭർത്താവുമായി വളരെ കാലമായി അകന്നു കഴിയുകയാണ് ശ്രീതു. ശ്രീതുവിന് ഭർത്താവുമായി വളരെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. വീട്ടിലെന്തെങ്കിലും മരണാന്തര ചടങ്ങുകളോ മറ്റു വിശേഷങ്ങളോ കുഞ്ഞുങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളോ വരുമ്പോൾ മാത്രമാണ് ശ്രീജിത്ത് വീട്ടിൽ വരുന്നത്. മൊത്തം എപ്പോഴും ശ്രീതുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ശ്രീതു സംരക്ഷിക്കുന്നതും അമ്മയായ ശ്രീകലയെയും അനിയനായ ഹരികുമാറിനെയുമാണ്. നിരവധി പേരിൽ നിന്ന് ശ്രീതു കടം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ആദ്യം മുട്ടക്കച്ചവടമാണ് നടത്തിയിരുന്നത് എന്ന് പറയുന്നു. പിന്നീട് ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയായി കയറിയെന്ന് പറയുന്നു. 30 ലക്ഷം രൂപ ശംഖുമുഖത്തുള്ള ഈ ആചാര്യന് വീട് വാങ്ങാനായി നൽകി. പിന്നീട് അത് കിട്ടിയില്ല എന്ന് പറയുന്നു. ആ പണം എന്തിനാണ് നൽകിയത്? വീടിന് തന്നെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ശംഖുമുഖൻ ദേവിദാസൻ ശ്രീതുവിൻ്റെ കാമുകനാണോ? കുടുംബത്തിന് സമ്പൽ സമൃദ്ധി ലഭിക്കാനായി കുഞ്ഞിനെ ബലി നൽകിയതാണോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് മുന്നിൽ. അതിലുമൊക്കെ അപ്പുറം, നമ്മളൊക്കെ ചിന്തിക്കുന്നതിലുമൊക്കെ അപ്പുറം നമ്മുടെ ലോകവും മനുഷ്യരും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരാവലാതി കൂടി ഈ വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വരേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മളൊക്കെ കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നവർ, നമ്മളെയൊക്കെ കുഞ്ഞനുജന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാർ, അവരൊക്കെ ഒരുപക്ഷെ അച്ഛൻ കഴിഞ്ഞാൽ നമുക്ക് ചേട്ടന്മാർ എന്ന് പറയുന്നത് അച്ഛന് തുല്യമാണ്. അനുജൻ എന്ന് പറയുന്നത് നമ്മൾ ചേച്ചിമാരാണ് എങ്കിൽ അവർക്ക് നമ്മുടെ മൂത്ത മകനെ പോലെയാണ്. അങ്ങനെയാണ് പല വീടുകളിലും കാണാറുള്ളത്. എൻ്റെ വീട്ടിലെയും സ്ഥിതി അത് തന്നെയാണ്. പക്ഷേ ചില വീടുകളിൽ സഹോദരൻ സഹോദരിയെ കാണുന്നത് വെറും സ്ത്രീയായി, അവളുടെ ശരീരം കാണുന്നത് സ്ത്രീ ശരീരമായി മാത്രം. എൻ്റെ ചോരയാണെന്നോ എൻ്റെ പെങ്ങളാണെന്നോ ഞാൻ സംരക്ഷിക്കേണ്ടവളാണ് അവളെന്നോ, അല്ലെങ്കിൽ അവളുടെ ജീവിതം സ്വസ്ഥവും സമാധാനവുമായി പോകാൻ കഴിയുന്ന തരത്തിലേക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നല്ല ചിന്തിക്കുന്നത്. അവളുടെ ശരീരം എങ്ങനെ ഉപയോഗിക്കാം, അവളുടെ ശരീരത്തെ എങ്ങനെ ഭോഗിക്കാം. ഹരികുമാറും ചിന്തിച്ചത് തന്നെയാണ്. കുറേ നാളുകൾക്ക് മുൻപ് ഒരു ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു പരിപാടിയിൽ ഒരു പെൺകുട്ടി വന്ന് സംസാരിച്ചതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അച്ഛനിൽ നിന്ന് 3 വയസ്സ് മുതൽ അവൾ അനുഭവിച്ച ലൈംഗിക പീഡനത്തിൻ്റെ കഥ. അതിനുശേഷം സഹോദരനിൽ നിന്ന് അവൾ അനുഭവിച്ച ലൈംഗികമായ പീഡനത്തിൻ്റെ കഥ. കുളിക്കാനോ തുണി മാറാനോ പോലും അച്ഛനും സഹോദരനും സമ്മതിക്കാതെ അവൾ 21 വയസ്സ് വരെ ശാരീരികമായി മാനസികമായി അനുഭവിച്ച പീഡനത്തിൻ്റെ നോവുകൾ ആ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരുത്തരും ചിന്തിച്ചു പോകും, ഇങ്ങനെയാണോ അച്ഛൻ? ഇങ്ങനെയാണോ സഹോദരൻ? നമ്മളൊന്നും ചിന്തിക്കുന്നിടത്തല്ല കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. സഹോദരിക്ക് അയക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ, ഏറെ അശ്ലീലം നിറഞ്ഞ കാര്യങ്ങളാണ് വാട്സപ്പ് ചാറ്റുകളിൽ ഉള്ളത്. ഇത് തന്നെയാണ് പോലീസിന് സംശയം തോന്നാൻ കാരണമായതും. പലതും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും പോലീസ് അത്യാധുനിക സംവിധാനത്തോടെ അതൊക്കെ തിരിച്ചെടുക്കാനുള്ള, ഡിലീറ്റ് ചാറ്റുകൾ തിരിച്ചെടുക്കാനുള്ള പ്രയത്നത്തിലാണ്. അതിനിടയിലാണ്
ശംഖുമുഖത്തെ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം എത്രത്തോളം പൂജാവിധികൾ പഠിച്ചിട്ടുണ്ട് എന്നറിയില്ല, ഓൺലൈനായി പൂജാവിധികൾ പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു, ആഭിചാരക്രിയ ഉള്ള ആളാണെന്ന് പറയുന്നു. അത്തരത്തിൽ നരബലി എന്ന് പറയുന്ന ഒരു വലിയ ഘടകം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. മാത്രമല്ല ദേവിദാസൻ ശ്രീധുവിൻ്റെ കാമുകനാണോ എന്നുള്ള ചോദ്യവുമുണ്ട്. മറ്റൊരു ഭാഗമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, വാട്സപ്പ് ചാറ്റുകൾ, ഹരികുമാറും ശ്രീധുവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് ചാറ്റുകളിൽ പലപ്പോഴും ശ്രീധുവിനോട് ശാരീരികമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് ഹരികുമാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ ശ്രീധുവിന് നന്നായി അറിയാമായിരുന്നു. മാത്രമല്ല പല സ്ത്രീകളും വീട്ടിൽ വന്ന്, അതായത് ഈ കോട്ടുകാൽ കോണത്തെ വീട്ടിൽ, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് അനുജനായ ഹരികുമാറിനെ സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത് ശ്രീധുവാണ്. അങ്ങനെ ശ്രീധുവിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞുവെന്ന ഹരികുമാർ ഈ സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അതിനുശേഷം അയാൾ വെച്ചൊരു ഉപാധി, ഞാൻ എല്ലാ സ്ത്രീകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാം, പക്ഷേ ഭർത്താവില്ലാതെ 2 പെൺമക്കളുമായി ജീവിക്കുന്ന നീ എനിക്ക് എൻ്റെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരണം. ഒരുപാട് എതിർത്തു നോക്കി. അതിൻ്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളെയാണ് ഹരികുമാർ, ശ്രീധു എതിർക്കുന്നത് അത്രയും ഹരികുമാർ ഉപദ്രവിക്കുന്നത് ഈ പെൺകുഞ്ഞിനെയാണ്. ഈ പെൺകുഞ്ഞ് വന്നതിന് ശേഷം, ഈ 2 വയസ്സായ ദേവേന്ദു വന്നതിന് ശേഷമാണ് ഈ ശ്രീധുവിന് ഹരികുമാറുമായുള്ള അടുപ്പം കുറഞ്ഞത്, അല്ലെങ്കിൽ കടബാധ്യതകൾ കൂടിയത് എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് അത് എത്താൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഈ ദേവേന്ദുവിനോട് ഹരികുമാറിന് വല്ലാത്ത പകയുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ദേവേന്ദുവിനെ പല തവണ വലിച്ചെറിയാൻ ഹരികുമാർ ശ്രമിച്ചിരുന്നു, വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദിവസം വെളുപ്പിന് കുഞ്ഞിനെ കാണാതാകുന്നു. പിന്നീട് കുഞ്ഞിനെ കണ്ടെത്തുന്നത് വീടിന് പുറകുവശത്തുള്ള കിണറിലാണ്. പോലീസ് സംശയം തോന്നാൻ കാരണം കിണർ വലയിട്ട് മൂടിയിരുന്നു, ഒരു ഭാഗം തുറന്നു കിടന്നു. കുഞ്ഞിനെ കാണാനില്ല എന്ന വാർത്ത നാട് മുഴുവൻ പരന്നപ്പോൾ പോലീസ് ആ കിണറിലേക്ക് ഒരു സംശയം തോന്നി. കിണർ വിശദമായി പരിശോധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി അതിൻ്റെ അകത്ത് കാണുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തുന്നു. ഫയർഫോഴ്സ് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പം തന്നെ പോലീസിന് സംശയം ഉണ്ടായിരുന്നു ജീവനോടെ വലിച്ചെറിഞ്ഞതാകുമോ എന്നുള്ളത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല. ജീവനോടെയാണ് കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്. ശ്വാസകോശത്തിൽ വെള്ളത്തിൻ്റെ അംശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത്. ഒന്ന്, ഹരികുമാർ എന്ന് പറയുന്ന നീചനും പിശാചും കാമപ്രാന്തനുമായ ഒരുത്തന് സ്വന്തം സഹോദരിയെ ഭോഗിക്കാൻ കിട്ടാത്തതിൻ്റെ ഈ ഒരു മാനസിക പ്രശ്നമാണോ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം? അല്ലെങ്കിൽ സഹോദരനായ ഹരികുമാറും സഹോദരിയായ ശ്രീധുവും ചേർന്ന് ദേവിദാസൻ പറയുന്നതനുസരിച്ച് 2 വയസ്സുകാരിയായ ദേവേന്ദുവിനെ ബലി നൽകിയതാണോ? ഈ 2 ചോദ്യങ്ങൾക്കാണ് പോലീസ് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തുന്നത്. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അതീവ ബുദ്ധിമാനല്ലെങ്കിലും അയാളിലൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അയാളുടെ ഇതുവരെയുള്ള പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്ലാനിങ്ങോടെ ആയിരുന്നില്ല ഹരികുമാർ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷേ അയാളിൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അയാൾ സംസാരിക്കുന്ന രീതികൾ പോലീസിനോട് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അയാൾ ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ തുറന്നു പറച്ചിലുകൾ, ഇതൊക്കെ പോലീസിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്. അതായത് ഇയാൾക്കാരോ ബുദ്ധി ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ട്. മാനസികമായി ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ ജയിലിലേക്ക് കൊണ്ടുപോകില്ല. മാനസിക പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ അത്തരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാനസിക നില തെറ്റിയ ഒരാളായി പോലീസിന് മുന്നിൽ അഭിനയിക്കുക എന്നുള്ള
തന്ത്രത്തോടെയാണ് ഹരികുമാർ പോലീസിന് മുന്നിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ദേവിദാസനെയോ ശ്രീധുവിനെയോ കൂടാതെ മറ്റൊരാൾ ഇതിൽ വില്ലനായുണ്ട്. ആ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാകണം ശ്രീധുവും ഹരികുമാറും പിടിച്ചു നിൽപ്പുകൾ, ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം രാവിലെ 5 മണിക്ക് ദേവേന്ദുവിനെ കാണാതാകുന്നു. പിന്നീട് രാവിലെ 7 മണിയോടുകൂടി കണ്ടെത്തുന്നു. അതുമുതൽ പോലീസ് സംശയം പലരിലേക്കും നയിക്കുന്നു. അതിനുശേഷമാണ് ശ്രീധുവിലേക്കും ഹരികുമാറിലേക്കും എത്തുന്നത്. ആ സമയം മുതൽ പോലീസ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, മറിച്ചും തിരിച്ചും. എന്നിട്ടും കൃത്യമായ ഒരു മറുപടി നൽകാൻ ഒരേ ഒരു ചോദ്യത്തിന്, എന്തിനാണ് ദേവേന്ദുവിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നുള്ള ഒരേ ഒരു ചോദ്യത്തിന് മാത്രം ശ്രീധുവും ഹരികുമാറും ഉത്തരം നൽകുന്നില്ല. ആ ഉത്തരത്തിലാണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും അവളുടെ കളിയും ചിരിയും ഒക്കെ മായ്ച്ചു കളഞ്ഞത്, അവളെ ഇല്ലാതാക്കിയത് ആരെ സുഖിപ്പിക്കാനാണ്, ആർക്ക് സമ്പത്തുണ്ടാക്കാനാണ്, ആർക്ക് ഐശ്വര്യമുണ്ടാക്കാനാണ്? കേരള പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ബാലനാപുരത്തെ പോലീസ് സംഘം. വരും മണിക്കൂറുകളിൽ തന്നെ നമുക്കതിൻ്റെ കൃത്യമായ വിവരം ലഭിക്കുമെന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും ഇത്തരം കാമവീരന്മാരെയും കാമപ്രാന്തന്മാരെയും സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇവന്മാരെ വച്ചു പൊറപ്പിക്കുന്നത് നല്ലതല്ല.